ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അധികം സ്പൈസി അല്ലാത്ത എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവാള, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ച് മാറ്റി വെക്കാം, ബാക്കിയെല്ലാം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെയ്യാണെങ്കിൽ 2 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ള 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ സമയത്ത് ഒരു 2-3 ഉണക്കമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം, ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരും. അതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴന്നു പോകേണ്ട കാര്യമൊന്നുമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് ഒരു 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, ആ തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം, അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ പരുവമായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് പൊടികളാണ്. അധികം പൊടികളൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവുള്ള മുളകല്ല കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് കൊണ്ടാണ് സ്പൈസസ് ഒന്നും ചേർക്കാത്തത് കേട്ടോ. ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊന്നും ചേർത്തിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം ആ കടുകൊക്കെ വറുത്തതിന് ശേഷം അതിനകത്ത് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നമ്മളിവിടെ കായം ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കായത്തിൻ്റെ ആ സ്മെല്ല് വേണം ഇവിടെ മുൻപിൽ നിൽക്കാനായിട്ട്. അതുകൊണ്ട് സ്പൈസസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ കാഷ്യൂനട്ട്, റേസിൻസൊക്കെ ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ ചേർക്കുക. അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. സിമ്പിളായിട്ടാണ് ഇതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയും അരപ്പും എല്ലാം വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊന്നിയരിയാണ്, 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും നാരങ്ങാനീരും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ചോറ് കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ കുറേശ്ശെ ചോറിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് മുഴുവനും ഞാനിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി വരട്ടെ. തീ ഒരു സിമ്മിലിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത്
ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തക്കാളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. മുതിർന്നവർക്കും അതേപോലെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.